കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അച്ചാറായിട്ടാണ്. നമുക്കൊരു അച്ചാറുണ്ടാക്കാം. ഇത് ഈത്തപ്പഴമാണ്, കണ്ടോ? ഇത് പച്ചയാണ്, പഴുത്തതല്ല കേട്ടോ. ഇതുകൊണ്ട് വെച്ച് നമുക്കൊരു അച്ചാറുണ്ടാക്കാം. നമ്മൾ പഴുത്തത് കൊണ്ടും ഉണ്ടാക്കും. എന്നിട്ട് ഈ ഈത്തപ്പഴം നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ചെടുത്ത് നമ്മളിതിൽ കുരു ഉണ്ടാവും. ആ കുരു കളഞ്ഞ് നമുക്കിങ്ങനെ നീളത്തിൽ നമുക്ക് അരിഞ്ഞ് എടുക്കാം. ഇങ്ങനെ അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ ഡേറ്റ്സ് എല്ലാം നമ്മൾ ഇതേപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ ഡേറ്റ്സ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ഡേറ്റ്സിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ചൂടായ പാനിലേക്ക് ഞാൻ എണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. എണ്ണയാണ് നല്ലത് അച്ചാറിന്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു പിടി വെളുത്തുള്ളി നന്നാക്കിയിട്ടോ. വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒന്നിങ്ങനെ ചീന്തി കൊടുക്കാം. ഒരു കഷ്ണം, അതായത് ഒരു 2 സ്പൂണോളം ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമ്മൾ അതേപോലെ തന്നെ ഇതിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി അതിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ എണ്ണയിലെ ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഇപ്പം തന്നെ നല്ലൊരു മണമാണ്. അച്ചാറിൻ്റെ മണം നമുക്ക് വരും. ഇനി ഇതൊന്ന് വാടിയതിന് ശേഷം ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണ്. ഇത് നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിനൊരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാശ്മീരി ചില്ലി ഇതേപോലെ 1 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ അച്ചാറിന് അധികം ഇടാറില്ല, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വയ്ക്കാം. 1 സ്പൂണ് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കായം അതേപോലെ തന്നെ 1 സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് 1 സ്പൂണ് കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉലുവ പൊടിച്ചതും കായവും ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി നമ്മളതിലേക്ക് മുറിച്ച് വെച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് വെച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളതിലേക്ക് ഈ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളതൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് നമുക്ക് പിന്നീടും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിനി വിനീഗറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു, അതായത് 2-3 ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഈ സമയം നമുക്ക് ഉപ്പൊക്കെ പാകാക്കിയിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞാലാണ് ഇതൊന്ന് സോഫ്റ്റായിട്ട് വരിക. ഇതൊരു പച്ചയായ കാരണം അതിൻ്റെ ഒരു കറ ഉണ്ടാവും. ആ കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ 2 ദിവസമെങ്കിലും പിടിക്കും. അപ്പോഴാണ് അത് നല്ലൊന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോഴേക്കും നമ്മൾ ഈ മുളകും വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ആ ടേസ്റ്റ് അതിൽ പിടിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ അച്ചാറുണ്ടാക്കുക. സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.